നമസ്കാരം. ട്രെൻഡിനോ തുടങ്ങുന്ന പ്രധാന വാർത്തകൾ. ശ്രീലങ്കയിൽ നാശം വിതച്ച ഡിറ്റ്വ ചുഴലിക്കാറ്റ്. വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും മരണസംഖ്യ 100 കടന്നതായ റിപ്പോർട്ട്. നിരവധി പേരെ കാണാതായി. അടുത്ത 12 മണിക്കൂറിനുള്ളിൽ ചുഴലിക്കാറ്റ് കൂടുതൽ ശക്തമാകുമെന്ന് മുന്നറിയിപ്പ്. ശ്രീലങ്കയ്ക്ക് സഹായവുമായി ഇന്ത്യയുടെ ഓപ്പറേഷൻ സാഗർ ബന്ധു. ചുഴലിക്കാറ്റ് കേരള തീരത്തേക്ക് വരില്ലെങ്കിലും മൂടിക്കെട്ടിയ അന്തരീക്ഷം തുടരും. സംസ്ഥാനത്തിന് 5 ജില്ലകൾ യെല്ലോ അലർട്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസിലെ പരാതിക്കാരിയുടെ കൂടുതൽ മൊഴി വിവരങ്ങൾ പുറത്ത്. രാഹുലിനെ പരിചയപ്പെട്ടത് ആദ്യ വിവാഹം ഒഴിഞ്ഞ ശേഷമെന്ന് മൊഴി. കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ പോലീസ്. അന്വേഷണ സംഘം ഇന്ന് യുവതിയെ പരിശോധിച്ച ഡോക്ടറുടെ മൊഴിയെടുക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ന്യായീകരിച്ച് കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണം. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് തലക്കെട്ട്. രാഹുൽ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഇരയെന്നും വാദം. രാഹുലിനെ ചൂണ്ടി CPM കോൺഗ്രസിനെതിരെ സദാചാര പ്രസംഗം നടത്തുന്നുവെന്നും വിമർശനം. ഇടുക്കിയിൽ ആകാശ ഭക്ഷണശാലയിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങിയ സംഭവത്തിൽ കേസെടുത്ത് പോലീസ്. സ്ഥാപനം താൽക്കാലികമായി അടച്ചുപൂട്ടാൻ ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം. സ്റ്റോപ്പ് മെമ്മോ നൽകിയത് മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ലെന്ന് കണ്ടെത്തിയതോടെ. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വൻ തീപിടുത്തമുണ്ടായത് C ബ്ലോക്കിൽ AC-യുടെ യന്ത്രഭാഗങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലത്ത്. രോഗികളില്ലാത്ത നിലയായതിനാൽ ഒഴിവായത് വൻ ദുരന്തം. തീ നിയന്ത്രണ വിധേയം. വിശദമായ വാർത്തകളിലേക്ക്. ഡിറ്റ്വ ചുഴലിക്കാറ്റിൽ നാശനഷ്ടം കനത്തതോടെ ശ്രീലങ്കയിൽ ഡിസംബർ 4 വരെ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. മരണസംഖ്യ 100 കടന്നതായാണ് റിപ്പോർട്ട്. ഡിറ്റ്വ ചുഴലിക്കാറ്റിൽ നാശനഷ്ടം കനത്തതോടെ ശ്രീലങ്കയിൽ ഡിസംബർ 4 വരെ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മരണസംഖ്യ 100 കടന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. കിളിനി നദിയിൽ ജലനിരപ്പ് ഉയർന്നതോടെ കൊളംബോ പ്രളയ ഭീതിയിലാണ്. രാജ്യത്ത് ഡിസംബർ 16 വരെ സ്കൂളുകൾ അടച്ചിടും. കൊളംബോ തുറമുഖം താൽക്കാലികമായി അടച്ചിരിക്കുകയാണ്. 700-ലധികം വീടുകൾ തകർന്നതായ കണക്കുകളും പുറത്തുവരുന്നു. അതേസമയം രക്ഷാദൌത്യത്തിൽ ലങ്കൻ ക്രിക്കറ്റ് ടീം നായകൻ അസലങ്കയും താരങ്ങളും പങ്കുചേർന്നു. അതിനിടെ രക്ഷാപ്രവർത്തനത്തിന് സഹായം നൽകിയ ഇന്ത്യക്ക് നന്ദി പറഞ്ഞ ലങ്കൻ സർക്കാരും പ്രതിപക്ഷ പാർട്ടികളും രംഗത്തെത്തി. ഡിറ്റ്വ ചുഴലിക്കാറ്റിന്റെ സ്വാധീന ഫലമായാണ് തമിഴ്നാട്ടിലെ ഡെൽറ്റ ജില്ലകളിലും മഴ തുടങ്ങിയത്. 54 ATR സർവീസുകൾ റദ്ദാക്കി. ഇൻഡിഗോ ചെന്നൈയിൽ നിന്ന് മാത്രം 36 വിമാനങ്ങളാണ് റദ്ദാക്കിയത്. രാമേശ്വരത്ത് നിന്നുള്ള ഒരു ട്രെയിൻ പൂർണ്ണമായും റദ്ദാക്കി. മറ്റ് 11 ട്രെയിനുകളും ഭാഗികമായി റദ്ദാക്കിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ 14 ജില്ലകളിൽ NDRF, ADRF സംഘങ്ങളും എത്തിയിട്ടുണ്ട്. ശ്രീലങ്കയിൽ ഭീതി പടർത്തിയ ഡിറ്റ്വ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരത്തേക്കും അടുക്കുകയാണ്. സംസ്ഥാനത്തെ തെക്കൻ ജില്ലകളിലും പുതുച്ചേരിയിലും 3 ദിവസം മഴ കനക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തമിഴ്നാടിന്റെയും പുതുച്ചേരിയുടെയും തീരപ്രദേശങ്ങളിൽ കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചു. പ്രദേശത്ത് ശക്തമായ കാറ്റാണ് വീശുന്നത്. കനത്ത മഴയ്ക്കുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. മുൻകരുതലുകൾ നടപടികളുടെ ഭാഗമായി NDRF, ADRF സേനാംഗങ്ങൾ വിവിധ ജില്ലകളിലായി വിന്യസിച്ചിട്ടുണ്ട്. ആന്ധ്രാപ്രദേശ്, പുതുച്ചേരി തീരങ്ങളും കനത്ത ജാഗ്രതയിലാണ്. ന്യൂസ് ഡെസ്ക് Zee മലയാളം ന്യൂസ്. ഡിറ്റ്വ ചുഴലിക്കാറ്റ് കേരള തീരത്തേക്ക് വരില്ല. അതേസമയം ഡിറ്റ്വയുടെ പ്രഭാവത്താൽ കേരളത്തിൽ മൂടിക്കെട്ടിയ അന്തരീക്ഷം ഇന്നും തുടരും. ബുധനാഴ്ച വരെ സംസ്ഥാനത്ത് മഴ ജാഗ്രതയുണ്ട്. ഇന്ന് 5 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. വിവിധയിടങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരും അല്പസമയത്തിനകം. ഡിറ്റ്വ ചുഴലിക്കാറ്റ് ശ്രീലങ്കൻ തീരത്തൊക്കെ വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് വരുത്തിയിരിക്കുന്നത്. നിരവധി മരണം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ അതിൻ്റെ ഒരു ചുഴലിക്കാറ്റ് സാധ്യത കേരളത്തിൽ പറയുന്നില്ലെങ്കിൽ പോലും
ഒരു മഴയുടെ അന്തരീക്ഷമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഇന്ന് അലേർട്ടുകൾ നൽകിയിട്ടുണ്ട്. കേരള തീരത്തേക്ക് ചുഴലിക്കാറ്റ് എത്തില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള വിവരം. മൂടിക്കെട്ടിയ കാലാവസ്ഥ ഇന്നും തുടരുമെന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അതേസമയം 5 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ ശക്തമായ മഴ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് മുന്നറിയിപ്പിൽ നൽകുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഡിറ്റ്വ ചുഴലിക്കാറ്റ് ശക്തി പ്രാപിച്ച് ശ്രീലങ്കൻ തീരത്തേക്ക് എത്തിയത്. കനത്ത നാശനഷ്ടമാണ് അവിടെ സംഭവിച്ചത്. അതിൻ്റെ ഭാഗമായി പുതുച്ചേരിയിലും തമിഴ്നാട്ടിലും കർണാടകയിലും ഉൾപ്പെടെ ശക്തമായ മഴ തുടരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. കേരള തീരത്തേക്ക് ചുഴലിക്കാറ്റ് എത്തില്ലെങ്കിൽ പോലും മഴയുടെ ഒരു മുന്നറിയിപ്പ് നിലവിലിപ്പോൾ കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അതിൻ്റെ സ്വാധീന ഫലമായി മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിലാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. പല ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ശക്തമായ മഴ തന്നെയാണ്. ബിനോയ് ഉണ്ട് വിശദാംശങ്ങളുമായി. ബിനോയ്, ഈ ചുഴലിക്കാറ്റ് കേരള തീരത്തേക്ക് എത്തില്ല എന്നുള്ളത് ആശ്വാസമാണ്. പക്ഷേ മഴ മുന്നറിയിപ്പുകൾ കേരളത്തിൽ നിലവിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. തീർച്ചയായും നീത, ദിത്വ ചുഴലിക്കാറ്റ് ശക്തമായ അടി ശ്രീലങ്കയിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 100 മരണം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കൊളംബോയിൽ പ്രളയ ഭീതിയുണ്ട്. അതുപോലെ അതിന്റെ പ്രഭാവം തമിഴ്നാട്ടിലും ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട്. തീവ്ര മഴയും വെള്ളപ്പൊക്കവുമാണ് ശ്രീലങ്കയിലുള്ളത്. ഇതൊക്കെ അടുത്തടുത്ത് കിടക്കുന്നത് കൊണ്ട്, ഈ തീരങ്ങൾ അടുത്തടുത്ത് കിടക്കുന്നത് കൊണ്ട് ഒരു ജാഗ്രതാ നിർദ്ദേശം കേരളത്തിലും ചെറിയ തോതിലെങ്കിലും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തൽക്കാലം ഭയക്കേണ്ടുന്ന അവസ്ഥ കേരളത്തിൽ ഇല്ല. കാരണം മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷം ഇവിടെ തുടരും. 2 ദിവസമായിട്ട് അങ്ങനെയാണ് ഉള്ളത്. ഇനി ഒരു ദിവസം കൂടി തുടരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. നാളെ കൊണ്ട് അത് മാറാനുമുള്ള സാധ്യതയുണ്ട്. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ കൊണ്ടത് മാറാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഈ മൂടിക്കെട്ടിയ അന്തരീക്ഷം തുടരുന്നതിനാൽ തന്നെ പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ യെല്ലോ അലർട്ടുകൾ കൊടുത്തിരിക്കുകയാണ്. പക്ഷെ സൈക്ലോൺ, ഈ പറഞ്ഞ ദിത്വ ചുഴലിക്കാറ്റ് കേരളത്തിലേക്ക് വരില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള അറിയിപ്പ്. തമിഴ്നാട് തീരത്തിനരികിലൂടെ ഇത് ആന്ധ്രാപ്രദേശ് തീരത്തിലേക്ക് പോയി അവിടെ വെച്ച് അടുത്ത ദിവസങ്ങളിൽ അത് ദുർബലമാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ മൂടിക്കെട്ടിയ ആകാശം തുടരും എന്ന് മാത്രമാണ് നിലവിലുള്ള ഒരു ജാഗ്രതയ്ക്ക് ആധാരമാകുന്ന കാര്യം. ബുധനാഴ്ച വരെ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. ഇന്നിപ്പോ 5 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ടുകളൊന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല. അതേസമയം മഴ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി 5 ദിവസത്തേക്ക് ബുധനാഴ്ച വരെയുള്ള മഴ മുന്നറിയിപ്പാണ് കൊടുത്തിരിക്കുന്നത്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. അതുപോലെ ഇന്നും നാളെയും കേരള, ലക്ഷദ്വീപ് പ്രദേശങ്ങൾ, തെക്കു കിഴക്കൻ അറബിക്കടലിനോട് ചേർന്നുള്ള പ്രദേശങ്ങൾ, ഇവിടെയൊക്കെ 45 മുതൽ 55 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ അത് 65 കിലോമീറ്റർ വേഗതയിലേക്കും ഉയരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വടക്കൻ തമിഴ്നാട്, പുതുച്ചേരി തീരങ്ങൾ, ഇവിടെ 50 മുതൽ 60 വരെ കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് നിലനിൽക്കുകയാണ്. ചിലപ്പോൾ അത് 70 കിലോമീറ്ററിലേക്കും കൂടിയേക്കാം. ഒരല്പം കൂടി ശക്തി പ്രാപിക്കാനുമുള്ള സാധ്യതയുണ്ട്. എന്തായാലും കേരളത്തെ സംബന്ധിച്ച് ഈ പറഞ്ഞ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഒഴിച്ചാൽ മലയോര പ്രദേശങ്ങളിൽ മൂടിക്കെട്ടിയ അന്തരീക്ഷം നിലനിൽക്കുന്നത് കൊണ്ട് മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നതൊഴിച്ചാൽ ചുഴലിക്കാറ്റ് കേരള തീരത്തേക്ക് വരികയോ കേരളത്തിനെ ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയോ ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുതന്നെയാണ് ബിനോയ് പറഞ്ഞതുപോലെ കേരളത്തിൽ ഈ ഡിറ്റ്വ ചുഴലിക്കാറ്റിൻ്റെ ഒരു പ്രഭാവം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. പക്ഷേ എപ്പോഴും തമിഴ്നാട് തീരത്തേക്ക് ഈ ചുഴലിക്കാറ്റ് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്വാധീന ഫലമായിട്ടാണോ ഇവിടെ മുന്നറിയിപ്പുള്ളത്? അതാണോ കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്? കാലാവസ്ഥാ വകുപ്പ് വ്യക്തമായി പറയുന്നത് തമിഴ്നാട് തീരത്തിനരികിലൂടെ ഇത് ആന്ധ്രാപ്രദേശ് തീരത്തേക്ക് പോവുകയും അവിടെ വെച്ച് ദുർബലമാവുകയും ചെയ്യും എന്നുള്ളതാണ്. പക്ഷെ ഈ ചുഴലിക്കാറ്റിന്റെ പ്രഭാവം കൊണ്ട് നിലവിൽ കേരളം അടക്കമുള്ള സ്ഥലങ്ങളിൽ, ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഇതിന്റെ ഒരു പ്രഭാവം നിലനിൽക്കുന്ന സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ച് കേരളത്തിൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണുള്ളത്. ഈ മൂടിക്കെട്ടിയ അന്തരീക്ഷം നിൽക്കുന്നത് കൊണ്ട് തന്നെ മഴയ്ക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മലയോര മേഖലകളിൽ ഈ മഴ ജാഗ്രതാ നിർദ്ദേശങ്ങൾ സാധാരണ കൊടുക്കും പോലെ കൊടുത്തിരിക്കുകയാണ്. അതിൽ ഈ പറഞ്ഞ പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകൾ, ഇത് മഴ സാധ്യതയുള്ള മേഖലകളാണ്, മലയോര മേഖലകൾ. ഞാൻ ബിനോയിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ IMD ഡയറക്ടർ നീത കെ ഗോപാൽ ടെലിഫോൺ ചെയ്യുന്നുണ്ട്. നമസ്കാരം ശ്രീ നീത കെ ഗോപാൽ. ഈ ഡിറ്റ്വ ചുഴലിക്കാറ്റ് ശ്രീലങ്കൻ തീരത്തൊക്കെ വലിയ രീതിയിൽ നാശം വരുത്തിയിട്ടുണ്ട്, തമിഴ്നാട് തീരത്തേക്കും എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ അത് ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ടോ?
കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഈ മൂടിക്കെട്ടിയ ആകാശം നാളെ ഉച്ച വരെയെങ്കിലും കാണും. പിന്നെ നമ്മൾ മഴയ്ക്ക് സാധ്യതയുള്ളത് കാരണം നമ്മുടെ മലയോര ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുള്ളത് കൊണ്ടാണ് ആ ജില്ലകളിൽ, അതായത് പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ പിന്നെ യെല്ലോ അലേർട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നാളെ ഇന്നിപ്പോ ആ സൈക്ലോൺ നിൽക്കുന്നത് കേരളത്തിന് അടുത്തെന്ന് പറഞ്ഞാൽ കേരളത്തിന് ഏകദേശം ഒരു 400-500 കിലോമീറ്റർ ദൂരെയാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ആ മേഘങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളെ ബാധിക്കുന്നുള്ളൂ. നാളെ 30-ാം തീയതി ഉച്ചയോടുകൂടി അത് തമിഴ്നാടിന്റെ ഏറ്റവും വടക്ക് പ്രദേശത്തേക്ക്, ചെന്നൈക്ക് സമീപത്തേക്ക് എത്തും. അപ്പൊ അതുവരേക്കും അതിനൊരു സൈക്ലോണിക് സ്റ്റോമിന്റെ ഇന്റൻസിറ്റി ഉണ്ടാകുമെങ്കിൽ കൂടി കേരളത്തെ അത് ബാധിക്കില്ല. ഒരു രീതിയിലും ശക്തിയായ കാറ്റോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ശ്രീലങ്കയിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടാകാൻ കാര്യം ഈ സൈക്ലോൺ ശ്രീലങ്കയുടെ തെക്ക് നിന്ന് വടക്ക് വരെ ശ്രീലങ്കയ്ക്ക് അകത്തുകൂടിയാണ് പോയത്. ശ്രീലങ്കയുടെ തീരപ്രദേശം ചേർന്ന് ശ്രീലങ്കയ്ക്ക് അകത്തുകൂടിയാണ് പോയത്. അതുകൊണ്ടാണ് അവിടെ അതിശക്തമായ മഴയും അതിശക്തമായ കാറ്റും പ്രളയവും എല്ലാം ഉണ്ടായി. അവിടെ ജീവഹാനിയൊക്കെ ഉണ്ടായി, വളരെ വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായി. പക്ഷെ ഇന്ത്യയുടെ അടുത്തേക്ക് എത്തും തോറും ഇത് തീരം ചേർന്നാണ് പോകുന്നത്. അപ്പൊ തമിഴ്നാടിന്റെ തീരപ്രദേശത്ത് ഇതുകൊണ്ടുള്ള നാശനഷ്ടങ്ങളും അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ കേരളത്തെ ഇത് ഒരു രീതിയിലും ബാധിക്കില്ല. പിന്നെ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ചില പ്രൈവറ്റ് ഏജൻസികളും ഒക്കെ ഈ വെതർ മോഡലുകൾ മാത്രം നോക്കിക്കൊണ്ട് ഇത് കേരളത്തിലെ ബാധിക്കും അല്ലെങ്കിൽ കേരളത്തിലേക്ക് കടക്കും എന്നുള്ള രീതിയിലും ഒക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും ഇങ്ങനെയുള്ള ഈ തീവ്ര കാലാവസ്ഥ വരുമ്പോഴോ അല്ലെങ്കിൽ ഇതുപോലുള്ള വെതർ സിസ്റ്റംസ് ഒക്കെ വരുമ്പോഴും ഒഫീഷ്യൽ ഏജൻസികളുടെ ബുള്ളറ്റിൻ നോക്കണമെന്ന് പറഞ്ഞതിന്റെ ഒരു കാര്യം അതാണ്. കാരണം ഇത് IMD പോലുള്ള ഒഫീഷ്യൽ ഏജൻസികൾ, IMD നമ്മുടെ എൻവയോൺമെന്റൽ മോണിറ്ററിംഗ്, അതായത് അന്തരീക്ഷത്തിലെ എല്ലാ ഘടകങ്ങളും പരിശോധിച്ച് റഡാർ, സാറ്റലൈറ്റ് ഇങ്ങനെയുള്ള എല്ലാ ഒബ്സർവേഷൻസും കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ട്രാക്ക് പ്രിപ്പയർ ചെയ്ത് തരുന്നത്. അപ്പൊ ആ ട്രാക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകാം ഇത് കേരളത്തിന് ഒരു രീതിയിലും ബാധിക്കില്ല. അതിശക്തമായ കാറ്റിന്റെ ഒരു വയലറ്റ് കളർ ഷെയ്ഡിംഗ് ഉള്ള ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. അതും കേരളത്തിന് അടുത്തുകൂടിയല്ല അത് പോകുന്നത്. തമിഴ്നാട് തീരത്ത് മാത്രമേ ഉള്ളൂ ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവാൻ, അല്ലെങ്കിൽ തീവ്ര കാലാവസ്ഥയോ അല്ലെങ്കിൽ കാറ്റോ മഴയോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ. അതുകൊണ്ട് നമ്മൾക്ക് സുരക്ഷിതരായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ആ കാര്യം ഒന്ന് എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നു. ഈ കേരളത്തിലെ ഈ ജില്ലകളിൽ ഇന്നിപ്പോൾ ഈ അലേർട്ട് നൽകിയിട്ടുണ്ടല്ലോ, ഈ മുന്നറിയിപ്പ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വൈകുന്നേര സമയങ്ങളിൽ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് ഉൾപ്പെടെ. അപ്പോൾ ഇനി ഈ ഒരു മഴയുടെ ഒരു സാധ്യത അത് എത്ര ദിവസം വരെ നമ്മൾ പ്രതീക്ഷിക്കണം? മഴയുടെ അലേർട്ട് ഇന്ന് മാത്രമാണല്ലോ കൊടുത്തിട്ടുള്ളൂ. നാളെ മുതൽ അലേർട്ടുകളൊന്നുമില്ല. എന്ന് കരുതി നമ്മുടെ ഈ തുലാവർഷ കാലത്തുണ്ടാകുന്ന, പിന്നെ പ്രത്യേകിച്ചും ഈ 30-ാം തീയതിക്ക് ശേഷം ഈ സൈക്ലോൺ കടലിൽ തന്നെ അത് നിർവീര്യമാവുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ദുർബലമാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് കഴിയുമ്പോൾ നമ്മുടെ തുലാവർഷ കാലത്തിന്റെ ആ ഒരു ടിപ്പിക്കൽ പാറ്റേൺ, അതായത് കിഴക്ക് നിന്ന് കാറ്റൊക്കെ വീശാൻ തുടങ്ങുമ്പോൾ നമുക്ക് സാധാരണഗതിയിൽ കിട്ടുന്ന നേരിയ മഴയോ മിതമായിട്ടുള്ള മഴയോ ഒക്കെ കിട്ടാനുള്ള സാധ്യത പിന്നീടുണ്ട്. പക്ഷെ നമുക്കൊരു അലേർട്ട് കൊടുക്കേണ്ട, ഒരു വാർണിംഗ് കൊടുക്കേണ്ട രീതിയിലേക്കുള്ള മഴ ഇതിന് ശേഷം നമുക്ക് പ്രതീക്ഷിക്കേണ്ട സാധാരണഗതിയിലുള്ള മഴയേ ഉള്ളൂ ഇനിയുള്ളൂ. അപ്പൊ ഇന്ന് ഇന്ന് കൊടുത്തിരിക്കുന്ന അലേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സൈക്ലോണിനോടനുബന്ധിച്ച് ഈ നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ മഴയ്ക്കുള്ള സാധ്യത പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ജില്ലയ്ക്ക് മൊത്തം കൂടിയാണ് അലേർട്ട് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ജില്ല മുഴുവനും അലേർട്ട് ബാധകമാണെന്നുള്ള പോലെ. പക്ഷെ മഴ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് മലയോര മേഖലകളിൽ മാത്രമാണ്. അപ്പൊ നാളെയോടുകൂടി മഴ കുറയും. നാളെ ഉച്ചയോടുകൂടി ഈ മേഘാവൃതമായ ഈ സാഹചര്യവും മാറും. ഇപ്പോൾ ഉള്ള ഈ തണുത്ത അന്തരീക്ഷവും എല്ലാം നാളെയോടുകൂടി അത് മാറും. ശരി, വളരെ നന്ദി ശ്രീ നീത കെ ഗോപാൽ പ്രതികരിച്ചതിന്. ഡിറ്റ്വ ചുഴലിക്കാറ്റ് കേരളത്തെ ബാധിക്കില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതിൻ്റെ തമിഴ്നാട് തീരത്ത് മാത്രമാണ് ഇത് ഇപ്പോൾ നിലവിലൊരു ഭീഷണിയായുള്ളത്. അത് കേരളത്തെ ബാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് IMD ഡയറക്ടർ നമ്മളോട് പറയുന്നത്. നാളെ മുതൽ ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ടെങ്കിലും നാളെ മുതൽ അലേർട്ടുകളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. മലയോര മേഖലയിൽ മാത്രം അല്പം മഴ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളോട് പങ്കുവച്ചത്. ഇനി പത്തനംതിട്ടയിലേക്ക് പോകാം. വിഷ്ണു പുതുശ്ശേരിയുണ്ട്. വിഷ്ണു, പത്തനംതിട്ടയിൽ എങ്ങനെയാണ്? മഴയുണ്ടോ? അവിടെ അലേർട്ടൊക്കെ നൽകിയിട്ടുണ്ടോ? എങ്ങനെയാണ് വിവരം?
പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് തെളിഞ്ഞ കാലാവസ്ഥയാണ് പത്തനംതിട്ട ജില്ലയിൽ അനുഭവപ്പെടുന്നത്. എങ്കിലും ശക്തമായ ജാഗ്രതാ നിർദ്ദേശം തന്നെ പത്തനംതിട്ട ജില്ലയിൽ തുടരുന്നുണ്ട്. കാരണം ശബരിമല തുറന്നിരിക്കുന്ന സാഹചര്യമായതിനാൽ സംസ്ഥാനത്തിനകത്തും പുറത്തും നിരവധി ഭക്തജനങ്ങൾ എത്തുന്നുണ്ട്. ഇതുമായൊക്കെ ബന്ധപ്പെട്ട് കടുത്ത ജാഗ്രതാ നിർദ്ദേശം തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറിയിക്കുവാൻ വേണ്ടിയുള്ള സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളും കാനനപാതയിൽ ഉൾപ്പെടെ തുറന്നിട്ടുണ്ട്. കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമാണ് കാനനപാത. അവിടെ കൂടുതൽ സുരക്ഷ ഉറപ്പാക്കേണ്ട സാഹചര്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും പൂർത്തീകരിച്ചതായിട്ട് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. കോന്നി, റാന്നി മേഖലയിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള മണ്ണിടിച്ചിൽ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കരുതലും എടുത്തിട്ടുണ്ട്. ഏതായാലും പത്തനംതിട്ട ജില്ലയിൽ യെല്ലോ അലേർട്ട് തുടരുകയാണ്. ശരി, വിഷ്ണു പുതുശ്ശേരിയാണ് പത്തനംതിട്ടയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ട യെല്ലോ അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. ഇനി ഇടുക്കിയിലേക്ക് പോകാം. പ്രിൻസ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. പ്രിൻസ്, ഇടുക്കിയുടെ സ്ഥിതി എങ്ങനെയാണ്? മഴയുണ്ടോ? അലേർട്ടുകൾ ഏതാണ്? ഇടുക്കി നിലവിൽ നേരിയ മഴ തുടരുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. കഴിഞ്ഞ രാത്രി തൊട്ട് തന്നെ മഴ ആരംഭിച്ചിരുന്നു. നേരിയ തോതിലുള്ള മഴയാണ്. അതിശക്തമായ മഴ തുടർച്ചയായി പെയ്യുന്ന സാഹചര്യമില്ല. എങ്കിലും മഴ മാറാതെ നേരിയ തോതിലുള്ള മഴ തുടർച്ചയായി പെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. പ്രത്യേകിച്ചും തമിഴ്നാട് അതിർത്തി മേഖലകളോട് ചേർന്ന ഹൈറേഞ്ചിന്റെ വിവിധ ഭാഗങ്ങൾ മഴ ലഭിക്കുന്നുണ്ട്. എന്നാൽ മുൻ ദിവസങ്ങൾ അല്ലെങ്കിൽ മുൻ ആഴ്ചകളിലൊക്കെ ലഭിച്ചതുപോലെ അതിശക്തവും തുടർച്ചയായ മഴ ഇപ്പോൾ ഇല്ല എന്ന് തന്നെ ഒരു വലിയ ആശ്വാസകരമാണ്. കാരണം കൂടുതൽ ആശങ്ക ജനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മഴ നിലവിൽ ഇല്ല. അതിന് വലിയ ആശ്വാസമാണ്. എന്നാൽ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ അശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് മഴയുണ്ടെങ്കിൽ പോലും അത് നേരിയ തോതിൽ ഇടവിട്ട് അല്ലെങ്കിൽ തുടർച്ചയായ മഴയുണ്ടെങ്കിൽ പോലും അത് നേരിയ തോതിലുള്ള മഴയുള്ളൂ. ശക്തമായ മഴ ഇല്ലാത്തൊരവസ്ഥയാണുള്ളത്. എന്തായാലും മറ്റ് നടപടികൾ എന്തെങ്കിലും കൂടുതൽ മഴ, ഉച്ചയ്ക്ക് ശേഷം മഴ അതിശക്തമായ സാഹചര്യം ഉണ്ടെങ്കിൽ വേണ്ട മുൻകരുതലുകളൊക്കെ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും മഴ കൂടുതൽ ശക്തി പ്രാപിക്കില്ല എന്നതാണ് വിലയിരുത്തൽ. ശരി, ഇടുക്കിയിൽ നിന്ന് പ്രിൻസ് ആണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിൽ നേരിയ മഴയുണ്ട് എന്നുള്ളതാണ് പ്രിൻസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ശക്തമായ മഴ മുന്നറിയിപ്പ് 5 ജില്ലകളിലാണ് നൽകിയിരിക്കുന്നത്, യെല്ലോ അലേർട്ട്. ഇനി തൃശ്ശൂരിലേക്ക് പോകാം. മണികണ്ഠൻ വരവൂരുണ്ട്. മണികണ്ഠൻ, തൃശ്ശൂരിൽ എന്താ സ്ഥിതി? മഴയുണ്ടോ? തൃശ്ശൂരിലും ചെറിയ നേരിയ തോതിൽ ഇടവിട്ട് പെയ്യുന്ന സ്ഥിതിയിലാണ്. ഇടവിട്ട് ചെറിയ ചാറ്റൽ മഴയോടുകൂടിയുള്ള ഒരു മഴയിലാണ് തൃശ്ശൂർ ജില്ലയിൽ. പകലൊക്കെ ചെറിയൊരു വെയിലോട് കൂടിയ അല്ലെങ്കിൽ ഇരുണ്ട ഒരു മുടി കിട്ടിയ അവസ്ഥയിലാണ് പകലൊക്കെ. വൈകുന്നേരങ്ങളിലായാലാണ് നല്ല മഴക്കാരോട് കൂടിയ, ഇപ്പൊ ഇന്നലെ രാത്രിയൊക്കെ ചെറിയ രീതിയിൽ ഇടിമിന്നലോട് കൂടിയ കാറ്റോട് കൂടിയ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും വലിയ മഴ അല്ലെങ്കിൽ മഴക്കാരോ ഒന്നുമില്ല. ചെറിയ ഇരുണ്ട് മൂടി കിട്ടിയ നിലയിലാണ് ഇവിടെ എല്ലാ മേഖലകളിലും കാണപ്പെടുന്നത്. ചെറിയ ചാറ്റൽ മഴ ഇടയ്ക്ക് വിട്ട് ചെറിയൊരു ചാറ്റൽ മഴയും പെയ്യുന്നുണ്ട്. വേറെ ഇവിടെ വലിയ മഴയൊന്നും തൃശ്ശൂർ ജില്ലയിൽ ഇതുവരെ പെയ്തിട്ടില്ല. ശരി, തൃശ്ശൂരിലും നേരിയ മഴയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അലേർട്ടുകൾ നൽകിയിട്ടുണ്ടെങ്കിലും ശക്തമായ മഴ ഒരിടത്തും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. നിലവിലിപ്പോൾ നേരിയ മഴ തന്നെയാണ് എല്ലായിടത്തു നിന്നും അറിയാൻ സാധിക്കുന്നത്. മലപ്പുറത്ത് നിന്നും നൗഷാദ് അത്തിപ്പറ്റിയുണ്ട്. നൗഷാദ്, മലപ്പുറത്ത് എന്താ സ്ഥിതി? മഴയുണ്ടോ? മലപ്പുറത്ത് പൊതുവെ മഴ ഇല്ല. ഇന്ന് രാവിലെ തിരൂർ താലൂക്കിന്റെ ചില ഭാഗങ്ങളിൽ മാത്രമാണ് അല്പം മഴ പെയ്തത്. എന്നാലും ആകാശം മേഘാവൃതമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ്. ഇന്നലെ രാത്രിയും തിരൂർ താലൂക്കിന്റെ വിവിധ പ്രദേശങ്ങളിൽ ചെറിയ തോതിലുള്ള മഴ പെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായി. നിലവിൽ മഴ മലപ്പുറം ജില്ലയുടെ ഒരു ഭാഗത്തും പെയ്യുന്നില്ല എന്നുള്ളതാണ്. തീരദേശ പ്രദേശം അതുപോലെ തന്നെ മലയോര പ്രദേശം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും മഴ പെയ്യുന്നില്ല എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ തിരൂർ താലൂക്കിന്റെ ചില ഭാഗങ്ങളിൽ ഇന്ന് രാവിലെ അല്പം മഴ പെയ്തു. അതുപോലെ തന്നെ ഇന്നലെ രാത്രിയും മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാലും മഴയുടെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. മേഘാവൃതമായിട്ട് തന്നെയാണ് ആകാശം കാണുന്നത്. ശരി, മലപ്പുറത്ത് നിന്ന് നൗഷാദ് അത്തിപ്പറ്റാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് ഉള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത എന്നുള്ളതാണ് പ്രവചിക്കുന്നത്. എന്നാൽ ശ്രീലങ്കൻ തീരത്തും ഒപ്പം തമിഴ്നാട് തീരത്തും വന്നിട്ടുള്ള ചുഴലിക്കാറ്റ് അത് കേരളത്തെ ബാധിക്കില്ല എന്നുള്ള കാര്യവും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇടവേള.
റോഡിൽ ഇലക്ട്രിക് വാഹനങ്ങൾ വളരെ സാധാരണമായി മാറിയിരിക്കുകയാണ്. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ദൂരം യാത്ര ചെയ്യാമെന്നതാണ് ഇലക്ട്രിക് വാഹനങ്ങൾ ജനപ്രിയമാക്കുന്നത്. അതേപോലെ തന്നെ അതിപ്പോൾ കാറിൻ്റെ കാര്യമാണെങ്കിലും സ്കൂട്ടറിൻ്റെ കാര്യങ്ങളാണെങ്കിലും കറക്റ്റാണ്. പക്ഷേ റോഡ് മുറിച്ച് കടക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇടവഴിയിലൂടെയാണെങ്കിൽ പറയണ്ട, ഇലക്ട്രിക് വാഹനം വരുന്നതും പോകുന്നതും അറിയില്ല. ഒരു ചെറിയ മൂളിലും റോഡിൽ കരിയിലയുണ്ടെങ്കിൽ അത് കാറ്റടിച്ച് പറക്കുന്നതും കേട്ടാൽ ഭാഗ്യം. ഇത് ഏറ്റവും വലിയ പ്രതിസന്ധി തന്നെയാണ്, പ്രത്യേകിച്ച് കുട്ടികൾ, പ്രായമായവർ, കാഴ്ച വൈകല്യമുള്ള വ്യക്തികൾ എന്നിവർക്ക്. എന്നാൽ ഈ കാര്യത്തിൽ മാറ്റം വരും. ഈ പ്രശ്നത്തിന് പരിഹാരവുമായി കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം ഒരു നിർണായക നീക്കം നടത്തിയിരിക്കുകയാണ്. ABAS നിർബന്ധമാക്കുകയാണ്. സഞ്ചരിക്കുമ്പോൾ നിശ്ചിത ശബ്ദം പുറത്തുവിടുന്ന അക്യൂസ്റ്റിക് വെഹിക്കിൾ അലേർട്ടിംഗ് സിസ്റ്റം അഥവാ ABAS. ഡീസൽ പെട്രോൾ വാഹനങ്ങളിൽ എഞ്ചിൻ ശബ്ദം സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. എന്നാൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഈ ശബ്ദമില്ലാത്തതിനാൽ പുതിയ സംവിധാനം വഴി വാഹനം സഞ്ചരിക്കുന്നത് ശബ്ദത്തോടെയായിരിക്കും. പുതിയ ഇലക്ട്രിക് വാഹനങ്ങളിൽ ഇത് ഉൾപ്പെടുത്താനാണ് തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിൽ ഭേദഗതി വരുത്താനുള്ള കരട് വിജ്ഞാപനം പുറത്തിറക്കി. 2026 ഒക്ടോബർ 1 മുതൽ വിപണിയിലിറങ്ങുന്ന പുതിയ മോഡൽ EVകൾക്കാണ് ഈ സംവിധാനം നിർബന്ധമാക്കുക. ഇത് റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോകത്തിലെ ചില വിദേശ രാജ്യങ്ങളിൽ ഈ സംവിധാനം വിജയകരമായി സഹായിച്ചിട്ടുണ്ട്. റിക്ഷ ഉൾപ്പെടെയുള്ള മിക്ക ഇലക്ട്രിക് വാഹനങ്ങളും മണിക്കൂറിൽ 20 കിലോമീറ്ററിൽ താഴെ വേഗതയിൽ ഒരു ശബ്ദവും പുറത്തുവിടുന്നില്ല. വാർത്തകൾ തുടരുന്നു. ഇടുക്കി ആനച്ചാലിൽ ആകാശ ഭക്ഷണശാലയിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങിയ സംഭവത്തിൽ സ്ഥാപനം താൽക്കാലികമായി അടച്ചുപൂട്ടാൻ ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം. സദേൺ സ്കൈസ് എയറോഡൈനാമിക്സ് എന്ന സ്ഥാപനത്തിനാണ് മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ പ്രവർത്തിച്ചതിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. സംഭവത്തിൽ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാർക്കെതിരെ പോലീസ് കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ജെൻസൺ ക്ലെമന്റ് ഉണ്ട് വിശദാംശങ്ങളുമായി. ജെൻസൺ, ഇന്നലെ 2-3-4 മണിക്കൂറുകളാണ് ആശങ്കയുടെ മുൾമുനയിൽ ഉണ്ടായിരുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാണ് ഇപ്പോൾ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നത്? അനിത, ശരിയായ രേഖകളില്ലെന്നുള്ള കാട്ടിയാണ് നിലവിൽ ഇപ്പോൾ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നത്. ഇന്നലെ 3 മണിക്കൂറാണ് വിനോദസഞ്ചാരികൾ ഇവിടെ കുടുങ്ങിക്കിടന്നത്. കോഴിക്കോട് സ്വദേശികളായിരുന്നു. അതിൽ 2 കുട്ടികളും അച്ഛനും അമ്മയുമാണ് ഇതിലുണ്ടായിരുന്നത്. ഇതിന് മതിയായ രേഖകൾ ഉണ്ടായിരുന്നില്ല. ഇതെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ജില്ലാ കളക്ടർ ഇതിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നത്. നിലവിൽ എല്ലാ സുരക്ഷാ മാനദണ്ഡവും പാലിക്കാതെ ഈ സ്ഥാപനം ഇനി തുറക്കാൻ കഴിയില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കൂടുതൽ അന്വേഷണം ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. പോലീസും ബന്ധപ്പെട്ട ടൂറിസം വകുപ്പും ഇന്ന് കൂടുതൽ അന്വേഷണം സംഭവവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഒരു മാനദണ്ഡവും പാലിക്കാതെ എങ്ങനെയാണ് ഈ സ്കൈലൈൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അത് ആരാണ് അനുമതി നൽകിയത്, പഞ്ചായത്തിന്റെ അനുമതി ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ആദ്യഘട്ട അന്വേഷണത്തിൽ വരുന്നത്. തുടർന്ന് പോലീസിന്റെ ഭാഗത്തു നിന്നും എന്തുകൊണ്ടാണ് ഇത്തരം അപകട സാഹചര്യം ഉണ്ടാക്കി ഇത്തരം സ്കൈലൈനുകൾ ഒരു പ്രവർത്തനം ആരംഭിച്ചത് എന്നും അന്വേഷണത്തിലുണ്ട്. ഈ സ്ഥാപനം ആരൊക്കെയാണ് നടത്തിപ്പുകാർ, ഇവർക്ക് 2 പേർക്കെതിരെ ഇന്ന് കേസ് എടുത്തിട്ടുണ്ട്. ഇതൊരു ഈ കേസ് മുമ്പോട്ട് പോകുമ്പോഴായിരിക്കും കൂടുതൽ അന്വേഷണം ഉണ്ടാകുക. എന്നാൽ തന്നെയും ഇന്നലത്തെ സാഹചര്യം വളരെ വലിയൊരു സംഭവം തന്നെയായിരുന്നു. അത് കേരളത്തിനെ തന്നെ ഞെട്ടിപ്പിച്ച ഒരു സംഭവം തന്നെയായിരുന്നു. ഇത് 3 മണിക്കൂറിനുള്ളിൽ ഇവരെ പുറത്തിറക്കിയില്ലായിരുന്നെങ്കിൽ ഈ രാത്രി കാലങ്ങളിൽ മഴയടക്കം ശക്തമായ കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകുന്ന മേഖലയെന്നാൽ വലിയൊരു ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു. ഇത്തരം സാഹചര്യം പരിഗണിച്ചാണ് നിലവിൽ ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കൂടുതൽ അന്വേഷണം അടുത്ത മണിക്കൂറിനുള്ളിൽ ഉണ്ടാകും. മറ്റ് കാര്യങ്ങൾ വൈകുന്നേരത്തോടു കൂടി മാത്രമേ നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്നുള്ളൂ. ഇത്തരത്തിൽ പല സാഹസിക വിനോദസഞ്ചാരവും ഇടുക്കി ജില്ലയിലെ ആനച്ചാൽ മേഖലയിൽ നടക്കുന്നുണ്ട്. ഇതെല്ലാം അന്വേഷണ പരിധിയിൽ നിലവിൽ കൊണ്ടുവരാൻ തന്നെയാണ് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നത്. ഡെപ്യൂട്ടി കളക്ടറും സ്ഥലം സന്ദർശിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടെ കൂടുതൽ അന്വേഷണം പൂർത്തിയാക്കി ബന്ധപ്പെട്ടവർക്ക് റിപ്പോർട്ട് നൽകാൻ തന്നെയാണ് ബന്ധപ്പെട്ട വകുപ്പുകൾ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, ജെൻസനാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി ആനച്ചാലിൽ ഇന്നലെയാണ് ആകാശ ഭക്ഷണശാലയിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങിയത്. സംഭവത്തിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. താൽക്കാലികമായി അടച്ചുപൂട്ടാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഒപ്പം തന്നെ സ്ഥാപനത്തിന് മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതെ പ്രവർത്തിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ച് സ്റ്റോപ്പ് മെമ്മോയും നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിൽ പരാതിക്കാരിയുടെ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. രാഹുലിനെ പരിചയപ്പെട്ടത് ആദ്യ വിവാഹം ഒഴിഞ്ഞ ശേഷം എന്ന മൊഴി. നേരത്തെ രാഹുൽ സംസ്ഥാനം വിട്ടെന്ന റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെ രഹസ്യ കേന്ദ്രത്തിൽ ഉണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം.
വിവാഹബന്ധം ഒഴിഞ്ഞതിനു ശേഷമാണ് രാഹുലുമായി പരിചയപ്പെടുന്നതെന്നാണ് പരാതിക്കാരി മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത്. വിവാഹം നടന്നത് 2024 ഓഗസ്റ്റ് 22-നാണ്. 4 ദിവസം മാത്രമാണ് ഒരുമിച്ച് ജീവിച്ചത്. ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം. ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിട്ടില്ല. 1 മാസം മാത്രമാണ് ആ ദാമ്പത്യം നീണ്ടുനിന്നത്. പിന്നീട് 5 മാസത്തിനു ശേഷമാണ് രാഹുലുമായി പരിചയപ്പെടുന്നതെന്നും യുവതി മൊഴിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടം നൽകിയിരിക്കുന്ന മുൻകൂർ ജാമ്യാപേക്ഷയിലെ കാര്യങ്ങൾ പൂർണ്ണമായും തള്ളുന്നതാണ് യുവതി അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന മൊഴി. അതേസമയം കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ കഴിയുന്ന രാഹുൽ പാലക്കാട് രഹസ്യ കേന്ദ്രത്തിലുണ്ടെന്നാണ് സൂചന. ജില്ല വിട്ടുപോയാൽ തിരിച്ചടിയാകുമെന്ന നിയമോപദേശം ലഭിച്ചതായാണ് സൂചന. വ്യാഴാഴ്ച മുതൽ സ്വിച്ച് ഓഫ് ആയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ മൊബൈൽ ഫോൺ ഇന്നലെ കുറച്ചു സമയത്തേക്ക് ഓൺ ആകുകയും ചെയ്തിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജ്യം വിട്ടു പോകാതിരിക്കാൻ പോലീസ് ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. രാഹുലിനെ ചൊല്ലി കോൺഗ്രസിനകത്തും പോരുമുറുകുകയാണ്. മുതിർന്ന നേതാക്കൾ അനുകൂലിച്ചും പ്രതിരോധിച്ചും രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം രാഹുലിനെ ന്യായീകരിച്ച് കോൺഗ്രസ് മുഖപത്രം രംഗത്തെത്തി. രാഹുലിനെതിരായ നീക്കം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ CPM നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങളാണെന്നാണ് വിമർശനം. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആക്ഷേപം ഉയർന്നപ്പോൾ തന്നെ നടപടിയെടുത്തെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. പാർലമെന്ററി പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കി സ്പീക്കർക്ക് കത്തുകൊടുത്തു. രാഹുൽ ഒളിവിൽ കഴിയുന്നതിനെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നും MLA സ്ഥാനത്തെക്കുറിച്ച് തീരുമാനിക്കേണ്ടത് രാഹുൽ തന്നെയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിയമത്തിന്റെ വഴിക്ക് പോകുന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒളിവിൽ കഴിയുന്നത് എനിക്കറിയില്ല. ഞാൻ അന്വേഷണ ഏജൻസി അല്ല. ഒളിവിൽ കഴിയുന്നത് ശരിയാണോ? ഞാൻ അന്വേഷണ ഏജൻസി അല്ല. നിയമത്തിന്റെ വഴികൾ സ്വീകരിക്കാൻ അദ്ദേഹം മുൻകൂർ ജാമ്യ അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയത്. പാർട്ടി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ വ്യത്യസ്തമായിട്ട് പാർട്ടിക്കാർക്ക് നിലപാടില്ല. MLA സ്ഥാനം തീരുമാനിക്കേണ്ട അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിന് ഒരു സെക്കൻഡ് കൂടെ പറഞ്ഞോട്ടെ. ബലാത്സംഗ കേസിൽ പ്രതിയായ മുകേഷ് ഭരണകക്ഷി MLA ആയിട്ട് ഭരണകക്ഷി ബെഞ്ചിലിരുന്ന് പ്രസംഗിക്കുന്നുണ്ട്. നിയമസഭയിൽ പങ്കെടുക്കുന്നതിന് അദ്ദേഹത്തിന് തടസ്സമില്ല. അതാണ് ദാറ്റ് ബീയിങ് ദ പൊസിഷൻ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമപരമായ പരാതി ഉയർത്തുന്നതിനേക്കാൾ മുൻപേ കോൺഗ്രസ് അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചെന്ന് ഷാഫി പറമ്പിൽ MP. രാഹുലിനോട് ഒളിവിൽ പോകാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ല. കേസ് നിയമപരമായി മുന്നോട്ട് പോകട്ടെ. ഈ വിഷയത്തിൽ പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ പ്രതികരണം നടത്താനുണ്ടെങ്കിൽ പാർട്ടി അത് ഉചിതമായ സമയത്ത് നടത്തുമെന്നും ഷാഫി പ്രതികരിച്ചു. കോൺഗ്രസ് പാർട്ടി ഇത്തരമൊരു ലീഗൽ പരാതിയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അതെടുക്കേണ്ട നടപടികൾ കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉണ്ടാവുന്നത് നിയമപരമായ കാര്യങ്ങളാണ്. അതിനെ തടസ്സപ്പെടുത്താനും ഞങ്ങളാരും ഇല്ല. അത് നിയമവഴിയിൽ അതിൻ്റെ കാര്യങ്ങൾ നീങ്ങട്ടെ. അതിൻ്റെ ശേഷം ബാക്കി കാര്യങ്ങൾ പറയും ചെയ്യും. എന്തെങ്കിലും പറയേണ്ടതോ ചെയ്യേണ്ടതോ ഉണ്ടെങ്കിൽ പാർട്ടി നേതൃത്വം ആലോചിച്ചിട്ട് അതിൻ്റെ ഒരു ഡയറക്ഷൻ അത് നിങ്ങളോടും ഞങ്ങളോടും ഒക്കെ സംസാരിക്കും. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ന്യായീകരിച്ച് കോൺഗ്രസ് മുഖപത്രം. വീക്ഷണ മുഖപ്രസംഗത്തിലാണ് പാർട്ടി തള്ളിപ്പറഞ്ഞ രാഹുലിനെ പരസ്യമായി പിന്തുണയ്ക്കുന്നത്. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന തലക്കെട്ടോടെയുള്ള മുഖപ്രസംഗത്തിൽ രാഹുൽ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഇരയാണെന്നാണ് വാദം. ചെറുപ്പക്കാർ കോൺഗ്രസിൽ വളർന്നു വരുന്നത് CPM ഭീതിയോടെ കാണുന്നുവെന്നും രാഹുലിനെ ചൂണ്ടി കോൺഗ്രസിനെതിരെ സദാചാര പ്രസംഗം നടത്തുകയാണെന്നുമാണ് വീക്ഷണത്തിൽ വിമർശനമുള്ളത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.